ഹലോ, നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതും തലശ്ശേരി ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് ഞാൻ ബസ്മതി റൈസാണ് ഇട്ടിരിക്കുന്നത്. ബസ്മതി റൈസ് ഇത് 1 അവർ സോക്ക് ചെയ്യേണ്ട റൈസാണ്. അപ്പോൾ അത് സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിക്ക് നല്ല മസാല വേണം അല്ലേ? അതിൻ്റെ ഒരു മസാല പ്രിപ്പറേഷനാണ് ഇനിയുള്ളത്. ഇതിനായി ഞാൻ ഇത് നമ്മുടെ തക്കോലം, ഏലക്കായ, പിന്നെ ഗ്രാമ്പൂ, പിന്നെ പെരിഞ്ജീരകം, ഷാജീരകം, കസ്കസ്, കുറച്ച് കുരുമുളക്, ഇതെല്ലാം ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇത് നന്നായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ചൂടാകുമ്പോൾ നന്നായിട്ട് പൊടി. അതിനാണ് നമ്മൾ ആദ്യം തന്നെ മസാലക്കൂട്ടെല്ലാം ഒന്ന് വറക്കുന്നത്. ഓക്കെ, തക്കോലം, ജാതിക്ക, ജാതിപത്രി ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. 2 തരം ജീരകമുണ്ട്. പിന്നെ തക്കോലത്തിൻ്റെ സ്റ്റാർ ലൈൻസ് എന്ന് പറയും. പിന്നെ കസ്കസ് ഇടുന്നുണ്ട്. കസ്കസ് ആകുമ്പോൾ നമ്മൾ മസാലക്കൂട്ടിനൊരു നല്ലൊരു പേസ്റ്റിന് ഒരു തിക്കായിട്ട് വരും. അപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് ഇതിൻ്റെ ബിരിയാണിയുടെ മസാല ആദ്യം തയ്യാറാക്കിയെടുക്കാം. മസാല ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് ഞാൻ സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, കുറച്ച് ടൊമാറ്റോസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ അധികം എടുക്കണ്ട. ഒരു 5 എണ്ണമാണ് ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് പച്ചമുളക്. വേറെ മസാലയൊന്നും നമ്മൾ ഇതിൽ ആഡാക്കുന്നത്, അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പം ആദ്യം നമുക്ക് ചൂട് കട്ടിയുടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് വലിയ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ ബേസായിട്ടൊരു മസാല ഉള്ളി പൊരിച്ചതാണ്, വലിയ ഉള്ളി പൊരിച്ചത്. അപ്പോൾ അത് ഓരോ ബാച്ചായിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം. കുറച്ച് സവാള നമ്മളിങ്ങനെ പൊരിച്ചിട്ടും ബാക്കി സവാള വഴറ്റുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ചിക്കനെ ജസ്റ്റ് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പുരട്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വഴറ്റിയെടുക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും ചതച്ചതും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ല പച്ചമണമൊക്കെ മാറി കുറച്ചൊരു കളർ ചേഞ്ചൊക്കെ വരും. അതൊരു ചെറിയൊരു ലൈറ്റ് നമ്മുടെ സവോളേൻ്റെ കളറൊക്കെ മാറി വരുന്ന രൂപം. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അത് നന്നായിട്ടൊന്ന് നമുക്ക് കുക്കറിൽ വഴറ്റിയെടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും സവാളയിലേക്കാണ് ഇത് ചെയ്ത് വഴറ്റിയെടുക്കുകയാണ്. ഇനി അതിനകത്തേക്ക് നമുക്ക് വേണ്ട തക്കാളി ചേർക്കാം. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്തിട്ട് 2-3 തക്കാളി വരെ എടുക്കാം. അത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോഴേക്കും നമ്മൾ വറക്കാൻ വെച്ചിരിക്കുന്ന സവാള റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വെച്ച് അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് എന്ത് വേണം? മല്ലിയിലയും പുതിനയില. അത് നല്ല ഫ്രഷ് ആയിരിക്കണം, എല്ലാം യൂസ് ചെയ്യാത്ത നല്ലത്. നല്ല ഫ്രഷ് മല്ലിയിലയും പുതിനയിലയും. അത് കുറച്ച് കൂടിപ്പോയാലൊന്നും വല്ല, പക്ഷേ പുതിന കൂടാൻ പാടില്ല കേട്ടോ. മല്ലിയില ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 2-3 തണ്ട് മതി, അത്രയും മതി, അതിൻ്റെ ഇല മാത്രം. എന്നിട്ട് നമുക്ക് വഴറ്റുന്ന ഈ മസാലയിലേക്ക് നമ്മുടെ ഇലകൾ, പുതിനയില, മല്ലിയില ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴന്ന് വരുമ്പോൾ നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് തൈരുണ്ട്, അത് ഓപ്ഷണലാണ്. തൈര് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. തൈര് ചേർക്കുന്നുണ്ട്, അധികം പുളിയില്ലാത്ത തൈരാണ്, അത് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഈ മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതാണ്. ഇത് ചിക്കനെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഏകദേശം അടച്ച് വെച്ച് കുക്കാവുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഇതിനകത്തേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? നമ്മുടെ ബിരിയാണിയുടെ മെയിൻ മസാല, ഗരം മസാല പൊടിച്ചത്, ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരിച്ചിരി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുകയാണ്. പിന്നെ നമ്മൾ ബിരിയാണിക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഇതാക്കിയതാണല്ലേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഗോൾഡൻ ബ്രൗൺ കളറിൽ കോരി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മസാലയ്ക്കും റൈസിലേക്കും നമുക്ക് ലെമൺ വേണം. അപ്പോൾ ലെമൺ ജ്യൂസ് എടുത്തിട്ട് പിഴിഞ്ഞിട്ട് ഒരു ലെമണിൻ്റെ അത് മതി. ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്നുകൂടി വേവിച്ചെടുക്കാം. അടുത്ത സ്റ്റെപ്പായി നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാം. അതിന് ഞാൻ നെയ്യും നമ്മുടെ
സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. അതിനകത്തേക്ക് ഗരം മസാല, അതായത് ഹോൾ മസാലകൾ ആഡ് ചെയ്യണം. കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ പെരിഞ്ചീരകം, ഏലക്ക ഇതെല്ലാം ഇട്ടിട്ട് മൂപ്പിക്കുക. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും, സവാള, തക്കാളി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, പിന്നെ നമ്മുടെ മല്ലിയില, പുതിനയില ഇച്ചിരി, അതെല്ലാം ചേർത്തിട്ടൊന്ന് ഈ നെയ്യിൽ വഴറ്റിയെടുക്കാം. അതിൻ്റെ ഈ റൈസിൻ്റെ ഒരു ഹൈലൈറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് വഴറ്റിയിലേക്കാണ് ഞാൻ ഈ കുതിർത്തി വെച്ച 3 കപ്പ് റൈസാണ് എടുത്ത് 3 കപ്പ് റൈസ് കുതിർത്തി വെച്ചത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. ഇത് തിളച്ചതിന് ശേഷം അരിയിനകത്ത് ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു കളർ. ആ സമയത്താണ് നമുക്ക് ചിക്കൻ മസാലയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ പൊരിച്ച ഉള്ളി ഇടേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ആ സമയത്ത് വേണം ഇച്ചിരിയും കൂടി നമുക്ക് ഉപ്പോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം. ഓക്കെ, ഏകദേശം നമ്മുടെ ചിക്കൻ മസാല റെഡിയായി. ഇപ്പോൾ അടച്ച് വെക്കാം. ഈ സമയത്ത് എൻ്റെ മോൾ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തരുന്നുണ്ട്. ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അവൾ എനിക്ക് ചോക്ലേറ്റ് കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. അതാ കാണുന്നത്. അപ്പോൾ നമ്മളെ റൈസ് ഏകദേശം വെന്ത്, റിബൺ റൈസ്. അപ്പം ജീരകശാല റൈസ് അല്ല കേട്ടോ, സാധാരണ ജീരകശാല റൈസാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ബസുമതി റൈസാണ്. ഇനി നമ്മൾ ചിക്കൻ മസാലയിലേക്ക് ഈ വെന്ത് വന്നിരിക്കുന്ന റൈസ് വെച്ച് നമുക്ക് ദം ചെയ്യാം. ഇതാണ് ദം പ്രോസസ്സ്. ചിക്കൻ മസാലയുടെ മുകളിലേക്ക് നമ്മുടെ വെന്ത അരി ഇതിനകത്തേക്ക് ഓരോ ബാച്ചായിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗാർണിഷിങ് സ്റ്റെപ്സ് ഉണ്ട്. അതായത് മല്ലിയില, പുതിനയില കട്ട് ചെയ്തതും, പൊരിച്ച് വെച്ച കുറച്ച് സവാളയും, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് വെതറി ഒരു ലെയർ ഇടുക. അതിൻ്റെ മേലെ അടുത്ത ലെയർ റൈസ് ഇടുക. വീണ്ടും ഇതേ പ്രോസസ്സ്. അതായത് പൊരിച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ മല്ലിയില, പുതിനയില കട്ട് ചെയ്തത് ഒഴിക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യൂടെ ആഡ് ചെയ്യാം. പിന്നെ പൊരിച്ച ഉള്ളി, കുറച്ച് ഗരം മസാല. ഞാൻ അധികം മസാല ഇടുന്നില്ല. ഈ സ്റ്റെപ്പിൽ ഗരം മസാല ഇടുന്നവരുണ്ട്, പക്ഷേ ഞാൻ ഇടുന്നില്ല. അത് വേണം ചെയ്യാം. ഇങ്ങനെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് അടച്ച് അടിയിൽ നമ്മുടെ പത്തിരിച്ചട്ടിയില്ലേ അത് വെച്ചിട്ട് നമുക്ക് 1 hour ഇത് ദം ചെയ്യാനെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. ഞാൻ ബിരിയാണിയുടെ മുകളിലുള്ള റൈസൊക്കെ മാറ്റിയതാ. ബിരിയാണി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇതാ വിളമ്പുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി, നല്ല സ്മെല്ലുള്ള തലശ്ശേരി ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി റെഡിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.